നാരദഭക്തി സൂത്രങ്ങൾ അസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച എന്നുള്ളത് കഴിഞ്ഞ് ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. യാതൊന്ന് ലഭിച്ചിട്ട് സിദ്ധനാവുന്നുവോ അമൃതനായി തീരുന്നുവോ തൃപ്തനായി തീരുന്നുവോ, ഈ ഒരു തലത്തിൽ ഭക്തിയും ജ്ഞാനവും കർമ്മവും വേറെ വേറെ അല്ല. യത് പ്രാപ്യന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമതേ നോത്സാഹി ഭവതി. യാതൊന്ന് നേടിയിട്ട് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല, ദ്വേഷിക്കുന്നില്ല, ആഹ്ലാദിക്കുന്നില്ല, ഉത്സാഹവാനാകുന്നില്ല. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലാതെ, വികാരത്തള്ളിച്ചകളില്ലാതെ. വികാരം എന്നുള്ളത് വന്നു ചേരുന്നവയാണ്. പെട്ടെന്ന് ആഹ്ലാദിക്കുന്നത് പോലെ തന്നെയാണ് അമിതമായി ആഹ്ലാദിക്കലും അമിതമായി ദുഃഖിക്കലും ഒക്കെ, രോമാഞ്ചം കൊള്ളലും ഒക്കെ വികാരാവേശത്താലാണ്. അത് വിവേകത്തിന്റെ ലക്ഷണമല്ല. വിവേകവും അതുപോലെ തന്നെ വികാരവും ഒരിടത്തിരിക്കില്ല. വിവേകം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഭക്തി വർദ്ധിക്കുന്നത്. ഭക്തി എന്നുള്ളതിന് ശരിക്കും വിവേകത്തിന്റെ ഒരു ഉയർന്ന തലമായിട്ടാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. ഇതിന്റെ ആദ്യപടിയായി മറ്റതെല്ലാം പറയാമെങ്കിലും നാമജപം, അതുപോലെ കീർത്തനാദികൾ, കീർത്തനം താളമേള ലയത്തോടുകൂടി കീർത്തനങ്ങൾ ചൊല്ലുന്നു. അങ്ങനെ കീർത്തനങ്ങൾ ചൊല്ലി ഒരാൾ അതിനുപരിയുള്ള തലത്തിലേക്ക് എത്തുന്നു. അതെല്ലാം അനുക്രമം എന്നോണം ഒരു സാധകനെ മുകളിലേക്ക് ഉപരി തലങ്ങളിലേക്ക് നയിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമമായ തലം. ഭക്തി ജ്ഞാന കർമ്മ ഭേദങ്ങളില്ല. അത് വേറെയാണെന്ന് തോന്നുന്നത് ബാലന്മാർക്കാണ്, കുട്ടികൾക്കാണ്. ഇത് അറിയുന്ന ഒരാൾക്ക് ഇത് വേറെയല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അത് പഠിക്കുന്ന സമയത്ത് ഇതാണോ ഭക്തി എന്ന് തോന്നിയേക്കാം, ബാക്കിയെല്ലാം മനസ്സിലാക്കാം. അത് മുമ്പ് നമ്മൾ ചിന്തിച്ചു. പലപ്പോഴും നമ്മൾ സീസണൽ ഭക്തി എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത് പോലും ഉദ്ദേശ ശുദ്ധിയോടുകൂടി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതും ഈ തലത്തിലേക്ക് എത്താൻ അനുക്രമം എന്നോണം കാരണമാകുന്നു. ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ. ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു? പായി കെട്ടാത്ത തോണി കണക്കെ അത് വീണ്ടും നടുക്കടലിൽ അലയലായിത്തീരും, ഒരലച്ചിലായിത്തീരുന്നു. കാരണം ഇപ്പോൾ ഒരു വൃശ്ചികമാസം വന്നു, അല്ലെങ്കിൽ കർക്കിടക മാസം വന്നു, അങ്ങനെയൊക്കെയാണല്ലോ. രണ്ടറ്റം അല്ലേ? വൃശ്ചികമാസം എന്ന് പറയുന്നത് ഉത്തരായണത്തിന്റെ ബ്രാഹ്മയാമം. കർക്കിടക മാസം എന്ന് പറയുന്നത് ദക്ഷിണായനത്തിന്റെ തുടക്കം. രണ്ടും ദേവവർഷത്തിന്റെ ആരംഭവും ദേവദിവസത്തിന്റെ ആരംഭവും പകലിന്റെ ആരംഭവും രാത്രിയുടെ ആരംഭവും കുറിക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ്. ഏത്? ഉത്തരായനവും ദക്ഷിണായനവും. ഉത്തരായനത്തിൽ മകരസംക്രമവും ദക്ഷിണായനത്തിൽ കർക്കിടക സംക്രമവും. അതുപോലും ഇന്ന് എന്തൊക്കെയോ ആക്കി തീർത്തിട്ടു. സൂര്യൻ ഒരു അയനത്തിൽ നിന്ന് മറ്റയനത്തിലേക്ക് സംക്രമിക്കുന്നതിനെയാണ് അവിടെ സംക്രമണം എന്ന് പറയുന്നത്. അതിൽ ദേവദിവസം ആരംഭിക്കുന്നു. ആ സമയത്ത് ഇപ്പോൾ സന്ധ്യയ്ക്ക് രാമായണം വായിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ദേവന്മാരുടെ സന്ധ്യാവേളയാണ്, സായം സന്ധ്യാവേളയാണ്. ഇത് ശരിക്ക് പറഞ്ഞാൽ കർക്കിടക മാസം അല്ലേ? 6 മാസം അല്ലേ? സന്ധ്യാവേളയിലല്ലേ?
എന്തുകൊണ്ടാണ് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉത്തരായി ഹനുമാൻ വായിക്കുന്നതാണ്. ഹനുമാൻ വായിക്കുന്നുണ്ടെങ്കിൽ സുഖമല്ലേ? കാരണം വെച്ചാൽ പറഞ്ഞു തരാൻ ഒരാളുണ്ടാവുമല്ലോ തെറ്റുണ്ടെങ്കിൽ. കാരണം നല്ല വൈയാകരണനല്ലേ, അല്ലേ? ഒരു ശാസ്ത്രം അറിയുന്ന ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു തരില്ലേ? പിന്നെ ആ തെറ്റ് ആവർത്തിക്കില്ലല്ലോ. അത് നല്ലതല്ലേ? അപ്പൊ ഹനുമാൻ വായിക്കുമ്പോൾ ഒപ്പം വായിക്കല്ലേ വേണ്ടത്, അല്ലേ? എന്താ അഭിപ്രായം? പക്ഷെ അവിടെ സന്ധ്യയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ കണ്ണ് കേടുവരുന്നുള്ളത് മറ്റൊരു പക്ഷം. ഏത് പുസ്തകം വായിച്ചാലും കണ്ണ് കേടുവരും. കാരണം സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്നത് കൊണ്ട്. TV സീരിയൽ കാണാമെങ്കിൽ രാമായണം വായിക്കാമെന്നാണ് വ്യക്തിപരമായി നമ്മുടെ അഭിപ്രായം. എന്തിനാ അത് മാറ്റിയിരിക്കുന്നത്? നല്ലത് ചെയ്യാൻ സമയവും മുഹൂർത്തമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ചീത്തത് ചെയ്യുകയാണെങ്കിൽ സമയവും മുഹൂർത്തമൊക്കെ നോക്കണം. കാരണം സമയം നല്ലതാണോ നോക്കണം. നല്ലത് ചെയ്യാൻ എപ്പോഴും സമയമാണ്. ആരെന്ത് പറഞ്ഞാലും അപ്പോഴേ പറ്റുമെങ്കിൽ അത്. പക്ഷെ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു നാമം ജപിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിൽ ചേർച്ചയുണ്ടാവും. മരണസമയത്ത് രാമായണം വായിക്കുകയാണോ നല്ലത് അതോ നാമം ജപിക്കുകയാണോ നല്ലതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഏതാ നല്ലത്? രണ്ടും നല്ലതാണെങ്കിലും കൂടുതൽ നല്ലത് ഏതാവും? രണ്ടും നല്ലതാണ്, തെറ്റെന്ന് പറയാൻ പാടില്ല. നാമം ജപിക്കില്ല. എന്തുകൊണ്ട്? രാമായണം എല്ലാവർക്കും അറിയില്ല, ചേർച്ച ഉണ്ടാവില്ല. ഒരാൾ വായിക്കുമ്പോൾ ഒരാൾ മേപ്പെട്ട് നോക്കിയിരിക്കും, വായും കൊടുത്തിരിക്കും. എല്ലാവർക്കും ചേർച്ച ഉണ്ടാവണമെങ്കിൽ നാമം ജപിച്ചാൽ മതി. സുലളിതമായ നാമം ജപിച്ചാൽ മതി. അതിലൂടെ നല്ലൊരു അന്തരീക്ഷത്തെ അവിടെ ഉണ്ടാക്കാൻ പറ്റും, ഇല്ലേ? ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊത്തതല്ലെങ്കിലും അതിനോട് ഒരു അനുഗുണമുള്ള തലത്തിലേക്ക് ആ ഒരു സന്ദർഭത്തെ നയിക്കാൻ ആ നാമജപത്തെ കൊണ്ട് പോലും കഴിയും, ഇല്ലേ? തീർത്തും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം. അതിലൊരാൾ നാമം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? സംശയമല്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ആദ്യമൊക്കെ പറഞ്ഞേക്കോ ഒരാൾ നാമം ജപിക്കാൻ വന്ന് ഇങ്ങനെയല്ല ഒരു ഭക്തൻ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് പരിശോധിച്ചേക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളും അതിൽ ചേരും. അറിയാതെ ആ അന്തരീക്ഷം മാറുന്നത് കാണാം. ആ കരഞ്ഞ് ഇല്ലേ ഇരുന്ന അതൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരുന്ന കാഴ്ച നേരിട്ട് പല സന്ദർഭങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മൾ ഭക്തിസൂത്രമാണല്ലോ വ്യാഖ്യാനിക്കുന്നത്, അല്ലേ? അത് വ്യാഖ്യാനം എന്ന് പറഞ്ഞത് ആനുഭവികമായ തലത്തെ എടുത്തു പറയുകയാണ് ഇവിടെ ആചാര്യം ചെയ്യുന്നത്. ഇതിന് വേറൊരാളുടെ സമ്മതി വേണ്ട. പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്നാണ് ഒരു ശാസ്ത്രത്തിന് പ്രമാണമായി നിലകൊള്ളുന്നത്. ഭക്തി എന്നുള്ളത് ഉള്ളിൽ നിന്ന് വരുന്നതായതുകൊണ്ട്, സ്വാനുഭവത്തിന്റെ ദൃഢതയിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് ഈ അനുഭവം വേറൊരാൾക്കും വേറൊരു ശാസ്ത്രത്തിന്റെ സമ്മതി ആവശ്യമില്ല. ഉണ്ടോ? എന്താ? ഭക്തി അങ്ങനെയാണ്. ഇതിനെ ലൗകികമായ പ്രേമത്തോട് പോലും ഉപമിക്കാൻ കാരണം അതും ഇതുപോലെ തന്നെ താരതമ്യം ചെയ്താൽ. സ്നേഹത്തിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? കാമത്തെ പിന്നെയും നിർവഹിക്കാൻ പറ്റിയേക്കാം, പക്ഷെ സ്നേഹത്തെ എങ്ങനെ നിർവഹിക്കാൻ പറ്റും? സ്നേഹം എന്നുള്ളത് കൊടുക്കുക 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 എന്നല്ലേ. കാമം എന്നുള്ളതോ ഇങ്ങോട്ട് എന്ത് കിട്ടും എന്നാണ്. ഫലകാമനയോടുകൂടി ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇതിനെ തെറ്റിദ്ധരിച്ച വിഷയം. എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളിലുള്ള ആ താദാത്മ്യ ബുദ്ധി പോലും. കാരണം പ്രേമവാൻ, പ്രേമഭാജനം എന്നുള്ള ആ 3 ഘടകങ്ങളെ ആണ് ലൗകികമായിട്ട് പറയുന്നത്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ തന്നിൽ, തന്നോട്, തന്നാൽ താൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളതിനെയും സ്നേഹിക്കുന്നു എന്നുള്ള പരമമായ തലത്തിലേക്ക് എത്തണ്ട. എന്നാലും ശരിക്കും അവിടെ എന്താ ഉള്ളത്? തൊലിപ്പുറമേ ഉള്ളതൊന്നുമല്ല. വെളുത്തതെന്നോ കറുത്തതെന്നോ സ്ത്രീ പുരുഷ വ്യത്യാസത്തിലോ കൽപ്പിക്കപ്പെടുന്നതല്ല, വാസ്തവത്തിൽ മറ്റെന്തോ ആണ്. ഇതെപ്പോ അറിയും? അനുഭവങ്ങളെ വിലയിരുത്തുന്നവർക്ക് ശരിയായൊരു പാഠശാല നമ്മുടെ മുന്നിലുണ്ട്. ഉറ്റവരുടെയൊക്കെ വിയോഗമില്ലാത്ത സംയോഗമില്ലല്ലോ. ആ സമയത്ത് അവിടെ ഭാര്യയെന്നോ ഭർത്താവെന്നോ കുട്ടിയെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഒക്കെ ആവട്ടെ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇതെല്ലാം നയിക്കുന്നത് എന്തിലേക്കായിരിക്കും? തൻ്റെ എന്തോ ഒന്ന് തന്നെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ ഏതാനും നിമിഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കെങ്കിലോ ചിലർക്ക് അല്ലേ ദൈർഘ്യം ഉണ്ടാവില്ലേ? അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അനുഭവമുണ്ട്. മൂകാസ്വാദനവത് എന്നൊക്കെ ഇവിടെ പറയാൻ പോകുന്നുണ്ട്.
അനുഭവം മൂകാസ്വാദനം പോലെയാണ്, മൂകന്റെ ആസ്വാദനം പോലെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതാണ് അനുഭവം. അനുഭവങ്ങളൊന്നും തന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ പറയാൻ തിടുക്കമുണ്ട്, പറയണമെന്നുണ്ട്. പക്ഷെ ആ പറയണമെന്ന് തോന്നുന്ന ആൾക്ക് അവിടെ മിണ്ടാനും കൂടി വയ്യാത്ത ആളാണെങ്കിലോ? അതുകൊണ്ട് പറയുകയാണ് മൂക ആസ്വാദനവത്, മൂകന്റെ ആസ്വാദനം പോലെ ആണ് അനുഭവം ഓരോന്നും. ഇത് വിഷയങ്ങളിലൂടെ ഉണ്ടാവുന്ന അടുപ്പമാവട്ടെ, ഏതോ ആവട്ടെ. ഇത് പഞ്ചദശിയിലൊക്കെ ഇത് പഠിക്കാനുണ്ട്, വ്യത്യസ്ത പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഇത് പഠിക്കാനുണ്ട്. ഏതൊന്നും താദാത്മ്യ ബുദ്ധിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇത് താൻ തന്നെയാണ്, തന്നിൽ നിന്ന് വേറെയല്ല, ഇത് എൻ്റെ തന്നെയാണെന്ന് പോയിട്ട് താൻ തന്നെയാണെന്ന് വരും. ആദ്യം എൻ്റെ എന്നുള്ളത് വന്ന് പിന്നെ ആ എൻ്റെ എന്നുള്ളതിൻ്റെ ആ വാക്ക് ചിലപ്പോൾ എൻ്റെ എന്നല്ല, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി എന്നൊക്കെ ആയിരിക്കും. ആദ്യമൊക്കെ വിഷയങ്ങളുമായുള്ള ബന്ധങ്ങളായിരിക്കാം അതിലേക്ക് നയിച്ചത്. പക്ഷെ ഓരോ വ്യക്തിക്കും അനുഭവിച്ചാൽ അറിയാൻ പറ്റും എന്ത്, പിന്നെ അത് എന്തായിരിക്കും, വിഷയങ്ങളല്ല, എന്താന്നൊട്ട് പറയാനും വയ്യ. നമ്മുടെ ഒരു ഭാഗം എന്തെങ്കിലും മുറിച്ചു കളഞ്ഞതുപോലെ അല്ലേ, ഉണ്ടാവില്ലേ? എന്താ അഭിപ്രായം? ഉണ്ടാവും. വാസ്തവത്തില് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ധാരണയെ തിരുത്തി കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് ആരോടുള്ള പ്രേമമാണ്? സംശയമില്ല, വിചാരശീലന് അത് മതി എവിടെ എത്താൻ? പരമപ്രേമത്തിലെത്തിച്ചേരാം. വിചാരശീലന്, വിചാരം ചെയ്യാത്തവന് എത്ര അനുഭവങ്ങൾ വന്നാലും അവൻ പഠിക്കൂല, ഉപരി എത്തില്ല. ഇവിടെ ആചാര്യൻ പിന്നെയും അതിന് നിർവചനങ്ങൾ തരികയാണ്. കാരണം ഒരാള് ഒരു വിഷയത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, വിഷയത്തോടുള്ള ആഭിമുഖ്യം കുറയുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പരമപ്രേമത്തോട് അടുക്കുകയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഏതൊരാളിലാണോ ഭക്തി കൂടുന്നത് അതിനനുസരിച്ച് അയാളിൽ എന്തുണ്ടാവും? വിഷയത്യാഗം സ്വാഭാവികമായിരിക്കും. മറ്റതെന്തായിരിക്കും? വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം കൂടിക്കൂടി വരുന്നു എങ്കിൽ എന്തുണ്ട്? മറ്റത് കാമമായിരിക്കും, അതിനായിക്കൊണ്ടുള്ള പ്രേമമായിരിക്കും. പ്രേമം എന്നൊന്നും അതിന് പേര് വിളിക്കാൻ തന്നെ പറ്റില്ല, അത് കാമമായിരിക്കും. പക്ഷെ എവിടെയാണോ അപ്പോൾ നമ്മൾ വളരുന്നുണ്ട്, ഈശ്വരോന്മുഖമായി നമ്മൾ വളരുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് ആചാര്യൻ പറയുന്ന നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അത് വിഷയങ്ങളോടുള്ള ചേർച്ച അകൽച്ചയാണ്. ചേർച്ചയല്ല, അകൽച്ചയാണ്. അത് കുറഞ്ഞിട്ട് നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. ഒരു ഭാഗത്ത് അത് കൂടുതലുണ്ടെങ്കിൽ, വിഷയങ്ങളോടുള്ള സംഘം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. ഇനിയും തെളിവുകൾ തരുന്നുണ്ട് നിർവചനത്തിൽ വ്യത്യസ്ത ആചാര്യന്മാർ. കാരണം ഒരാള് ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എനിക്ക് വിഷയങ്ങളോടുള്ള ത്യാഗബുദ്ധി തന്നെ ഉള്ളത് വേണമെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ കാണിക്കാം. പക്ഷേ അയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൊണ്ടുവന്ന് എവിടെ എത്തിച്ചേരും? എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞായിരിക്കും അത് ഉപസംഹരിക്കുന്നത്. മറ്റൊരാള് വിഷയങ്ങളോട് ബന്ധപ്പെട്ട ഒരാളുകളുടെ കൂട്ടത്തിൽ അയാൾക്ക് പറയാനുള്ളത് എന്തേ ഉള്ളൂ? അത് വിഷയങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ലൗകികങ്ങളായ ചർച്ചകൾ ചെയ്യുന്ന ഒരാൾക്കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാൾ ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യും? ശരിയായ ഭക്തനാണെങ്കിൽ അയാള് അതിൽ നിന്നൊക്കെ വേർപെട്ട് അവസാനം അത് കൊണ്ടുവന്ന് സമർത്ഥിക്കുക എവിടെയായിരിക്കും? അതിൽ നിന്നൊക്കെ വേർപെട്ട് അതൊരു ഉദാത്തമായ ഒരു തലത്തിലേക്ക് അയാൾ ഉയർത്തിക്കൊണ്ടുവരും. മറ്റാളെന്ത് ചെയ്യും? ചർച്ച ചെയ്ത് അവസാനം എത്തിച്ചേരുക, കാര്യമൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും. അപ്പൊ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇന്ന് ആരോടും പറയണ്ട, ഓരോരുത്തരും വില കിട്ടാൻ പറ്റും. അതെ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരാളായിട്ട് അടുക്കണമോ അടുക്കണ്ടയോ, ഇയാൾ നമുക്ക് അടുക്കാൻ കൊള്ളുവോ, സജ്ജനാണോ ദുർജനാണോ, അത് നീയൊക്കെ ദുർജനാണെന്ന് നമ്മൾ അയാളെ പോയി തള്ളാൻ പോയാൽ നമ്മളാണ് ഏറ്റവും വലിയ ദുർജനം. പക്ഷെ സ്വാഭാവികമായ ഒരു പ്രക്രിയ, അവരുമായിട്ട് സമാനന്മാരെപ്പോഴും ഒന്നിച്ചു ചേരും, സമാനന്മാരെപ്പോഴും അല്ലെങ്കിൽ ഇങ്ങോട്ട് ചേർക്കും. കാരണം മനസ്സിലായില്ല? ഒന്നുകിൽ എന്താ ഉണ്ടാവും? ഇയാളോട് എന്ത് പറഞ്ഞാലും ഇതേ ഉള്ളൂ, വെറും
ഭക്തി. വെറും വേദാന്തം എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല, അയാൾ നമ്മുടെ സൗകര്യം പോലെ അയാൾ ഉപേക്ഷിക്കും. അത് നമുക്ക് സൗകര്യം. ഉപേക്ഷിച്ചാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പിന്നാലെ കൂടണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ നമ്മൾ സജ്ജനോ അയാൾ ദുർജനോ ഒന്നും വിലയിരുത്തണ്ട. ഉപേക്ഷിച്ച സന്തോഷം, സൗകര്യം. അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. എന്ത്? അയാൾ നമ്മുടെ കൂടെ കൂടും, എണ്ണം കൂടും. അത് ഈ തൂക്കത്തിന് ആന്തരികമായി പല ഘടകങ്ങളുണ്ട്. കാരണം നിരന്തരം ചെയ്യുന്ന അത് അവിടെയാണ് ഇവിടെ പോയിന്റ്. ഒരാള് നിത്യനിരന്തരമായി സാധനാനുഷ്ഠാനത്തിലൂടെ സാധകൻ ആവണം. സാധനാതലത്തിൽ പല നിയമങ്ങളുണ്ട്. ചെടിക്ക് വേലിക്കെട്ടുണ്ട്. കാമിനി കാഞ്ചനങ്ങളെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അതായത് പുരുഷനായ ഭക്തനോട് പറയുന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ സാധനാ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധ വേണമെന്നുണ്ട്. അത് വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ തൂക്കം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. നിരന്തരമായി ചെയ്യുന്ന പ്രക്രിയയുടെ ഫലമായിട്ട് തന്നെയാണ്. അല്ലേ? എന്താ അഭിപ്രായം? നിരന്തരമായി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് പറയും? ഇപ്പൊ സ്വാമിജി തന്നെ പണ്ടൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ അത് പറയാറില്ല. ഈ ഭക്തിയെക്കുറിച്ച് നിർവചിക്കുന്ന സമയങ്ങളിലൊക്കെ പ്രഭാഷണങ്ങളിൽ സ്വാമിജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നുണ്ടായിരുന്നു. കാരണം ഈ പശു, ഒരു ചാവാലി പശു ആണെങ്കിലും അതിനെ ആകർഷിക്കാൻ പിണ്ണാക്കുവെള്ളോ അല്ലെങ്കിൽ പുല്ലോ ഒക്കെ കൊടുക്കുന്നത് പോലെ. മുമ്പ് സ്വാമിജി ഭക്തി പ്രഭാഷണം ചെയ്യാൻ പോയാൽ അതിൽ ഉദാഹരിക്കുന്ന ഒന്ന് ഇതായിരുന്നു. അതുപോലെയാണ് ഭക്തി എന്ന് പറയാറുണ്ട്. കാരണം ഒരു ചാവാലി പശു ആണെങ്കിൽ കെട്ടിയിട്ട് പോറ്റുന്ന ഒരു പശുവാണ്. അതിന് ഒരാള് കെട്ടഴിച്ചു വിട്ടാലെന്നുണ്ടാവും, അത് വാലും പൊങ്ങിച്ചൊരു ഓട്ടമുണ്ട്. കാരണം അതുവരെയും കെട്ടിയിട്ടിരിക്കും, അത് വാലും പൊങ്ങിച്ച് ഓടി. ഇനി അതിനെ പിടിക്കാൻ എന്താണ് ഉപായം? കയറ് പിന്നിൽ ഒളിപ്പിക്കണം. മുന്നിൽ എന്തേ പാടുള്ളൂ? നല്ല പച്ച പുല്ലോ അല്ലെങ്കിൽ ഉണങ്ങിയ വൈക്കോല് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. അതിനെന്താണോ ഇഷ്ടം, ആ ഇഷ്ടമുള്ള വിഷയങ്ങളെ മുന്നിൽ കാണിച്ചു കൊടുത്ത് എന്ത് വേണം? അതിനെ പിന്തുടരണം. എപ്പോഴെങ്കിലും അത് കയറൊറ്റ കാണാൻ ഇടയായ വീണ്ടും ഓട്ടം കൂടും. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, ആ ഓടുന്നതിന്റെ പിന്നാലെ നമ്മൾ ഓടിയിട്ട് പശു തളർന്നാൽ കയറിട്ട് കെട്ടാം എന്ന്. അത് പശു ആവില്ല തളരുക, നമ്മളായിരിക്കും. പശു അവിടെ നിൽക്കില്ല, പശു ആവില്ല തളരുക, നമ്മളായിരിക്കും തളരുക. മറിച്ച് എന്ത് വേണം? അതിന് ഉപായങ്ങളെ കൊണ്ട് വേണം കീഴടക്കാൻ. അങ്ങനെ ഈ പച്ച പുല്ല് തിന്നാൻ വേണ്ടി പശു ആകർഷിച്ച് വരുമ്പോൾ പിന്നിൽ ഒളിപ്പിച്ച കയറെടുത്ത് അതിനെ തളയ്ക്കണം. ഇതുപോലെ പലതിലേക്ക്, പല വിഷയങ്ങളിലേക്ക് ഒരുക്കപ്പെട്ട മനസ്സിനെ ഓടുകയാണത്. അതിനെ കെട്ടിയിടും തോറും അതിന് ശക്തി കൂടും. കെട്ടഴിച്ചു വിട്ടാൽ എന്തുണ്ടാവും? അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് കെട്ടിയിട്ടാൽ എന്ത് ചെയ്യും? അത് ശക്തി കൂടും. അത് പിന്നെ വിഷയങ്ങളുടെ പിന്നാലെ പൂർവാധികം ശക്തിയോടുകൂടി അത് ഓടാൻ തുടങ്ങും. ഓടാൻ തുടങ്ങുന്ന പശുവിനെ കിട്ടുന്ന അതേപോലെ തന്നെ ഉപായം പോലെ തന്നെ ഈ മനസ്സിനെ പിടിച്ചു കെട്ടാൻ എന്ത് ചെയ്യുന്നു? പശുവിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് ശരിയായേക്കാം, പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ ഇതൊരിക്കലും ശരിയാവില്ലെന്ന് ആചാര്യം പറയാം. എന്ത് വേണം? അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് ഓടുന്ന ഒരാൾക്ക്, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് ഇവയൊക്കെ കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, വാസനിക്കുക എന്നീ വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ അതിന് അനുയോജ്യമായ ഉപായങ്ങളെ കൊണ്ട് വേണം അതിനെ മെരുക്കാൻ. അപ്പൊ എന്താണ്? അയാളോട് പോയിട്ട് പറയാണ്, നിങ്ങൾ ധ്യാനം ശീലിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? നല്ല ധ്യാനമാവും. ഒന്നുകിൽ ഉറക്കമോ അല്ലെങ്കിൽ മനോലോകം കണ്ടിരിക്കലോ ആവും. രണ്ടും സമം തന്നെ. മൂഢന്റെ ധ്യാനം എന്തിലായിത്തീരും? മനോലോകം കാണലോ ഉറക്കം തൂങ്ങലിലോ കലാശിക്കുന്നു. അത് നല്ലതാ. അയാൾ പറയും, എനിക്ക് നല്ല ഉറക്കം കിട്ടി. അതെ, ജപിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്. കിടന്നിട്ട് ജപിക്കുന്നവർ അധികം അങ്ങനെ ഉണ്ടാവുക. കിടന്നിട്ട് ജപിക്കുന്നവരുണ്ട്. ഞാൻ ജപിക്കാറുണ്ടല്ലോ കിടന്നിട്ടാ, അല്ലെങ്കിൽ ചാരിരുന്ന് നല്ല ചാരി കസേരയിൽ ഇരുന്നിട്ട് ഉറക്കമേ വന്നാലും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയും, എനിക്ക് ഉറക്കം വരികയാണ്. പഠിക്കാനിരുന്നാ ഉറക്കം വരിക. എന്താ കാരണം? ഉറങ്ങാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അനുയോജ്യമായ തലത്തിൽ ഇരുന്ന് നട്ടലിലെ
സമം കായ ശിരോഗ്രീവം ധാരയൻ അജലം ധ്രുവം സ്വം പ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശാൻ അവലോകൻ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേണ്ട. മൂന്നക്ഷിയും മൂക്കിനു നേർക്കണച്ചും നിവർന്ന് അനങ്ങാതത തവൾ കുനിച്ചും എന്നൊക്കെ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും നാമം ജപിക്കുന്ന സമയത്തും പരമാവധി നട്ടെല്ല് നിവർന്നിരുന്ന് അങ്ങനെ വേണം ശീലിക്കാൻ. ഇനി നട്ടെല്ല് സ്വാഭാവികമായും അല്പം നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് എന്ന് പറയണം. ഏത് പത്മാസനവും അർദ്ധപത്മാസനവും കൂർമാസനവും വജ്രാസനവും ഒക്കെ ശീലിക്കണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഭദ്രാസനവോ എന്തൊക്കെയെങ്കിലും സ്ഥിരസുഖമാസനം എന്നാണ് പറയുന്നത്. സ്ഥിരം എന്ന സ്ഥിരതയുള്ളത്, കാൽമുട്ട് ധ്യാനം വരാത്ത സ്ഥിരത, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സ്ഥിരത ഉണ്ടാവണം. 3 മണിക്കൂർ സുഖമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഇരിപ്പേ 10 മിനിറ്റ് ഇരിക്കാനും ഉപയോഗിക്കാവൂ. അല്ലാതെ 10 മിനിറ്റ് ചിലപ്പോൾ പത്മാസനത്തിൽ ഇരിക്കാനുള്ളവർക്കൊക്കെ കഴിയുമായിരിക്കാം. അത് വിചാരിച്ചിട്ട് പത്മാസനത്തിൽ ഇരുന്ന് ജപിക്കാൻ പോയാൽ അത് എന്തായിരിക്കും? അത് ജപമായിരിക്കില്ല, അത് മുട്ടുകാൽ ധ്യാനമൊക്കെ. അപ്പൊ 3 മണിക്കൂറൊക്കെ ഇരുന്ന് ശീലമുള്ള ഒരാളെ സംബന്ധിച്ച് 10 മിനിറ്റ് ആൾക്കൊരു പ്രശ്നമേ ഉണ്ടാവില്ല. 10-20 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ ആൾക്ക് ആ ഒരു ഇരുന്ന് കഴിഞ്ഞാൽ നട്ടെല്ല് സ്വാഭാവികമായും അല്പം നിവർന്നിരിക്കും. മുഴുവൻ നിവർന്നിരിക്കില്ല, ഒരു കുറച്ച് വളവ് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ലംബമായി ടെസ്റ്റ് ട്യൂബ് പോലെ മൂർധാവിലേക്ക് തുറന്നിരിക്കുന്ന നാഡി അല്ലേ, അറിവിനെ കേന്ദ്രീകരിക്കുന്ന നാഡി, അത് ശരിക്കും പരമാവധി നിവർന്നിരുന്ന് അങ്ങനെ നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പ്രാഥമിക തലത്തിൽ അത് ചിലപ്പോൾ ശരിയായിക്കോളുന്നില്ല. അപ്പൊ അവരോട് പറയണം എന്ത്? താളമേള ലയത്തോടുകൂടി അയാൾ ഒരു ഭജനയൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ കീർത്തനം ചൊല്ലി, പ്രതിഷ്ഠ ദേവതാ നാമത്തെയൊക്കെ ചൊല്ലി അല്ലേ, നല്ലത്. ഈ തരത്തിലാണ് ഈ ഉപാസനകൾ കലകളെല്ലാം വരുന്നത്. സംഗീതം, ഡാൻസ് ഒക്കെ ഉപാസനയായിട്ട് വരുന്നത്. അതിലൂടെയൊക്കെ ക്രമേണ ഒരു കീർത്തനത്തിലേക്കൊക്കെ അയാൾക്ക് വരാൻ കഴിയും. അങ്ങനെ കീർത്തനമൊക്കെ ചൊല്ലി താളമേള ലയത്തോടുകൂടി, അതിന് ചിലപ്പോൾ വേണമെങ്കിൽ ഹാർമോണിയോ അല്ലെങ്കിൽ വല്ല അല്ലേ താളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതാച്ചാലൊക്കെ ഉപയോഗിച്ച് അപ്പൊ എന്തായി ഉറക്കം തൂങ്ങലിനെയും അലസതയും ഒക്കെ മാറ്റി ക്രമേണ നല്ലൊരു കീർത്തനമൊക്കെ ഉണ്ടായി അല്ലേ. കൃഷ്ണനെയൊക്കെ പാടിയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ പാടുന്ന ആൾക്കും അറിയില്ല. പക്ഷെ അവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കുടജാദ്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഭജനയൊക്കെ ചൊല്ലും, കീർത്തനങ്ങളൊക്കെ ചൊല്ലും, കാട്ടിനുള്ളിൽ പോയി രാത്രി ഗുഹയിൽ പോയിരുന്നു. പക്ഷെ അത് അവനവനെ താഴ്ത്തുന്നതാവരുതേ. നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ തന്നെ കരകയറ്റേണമേ തിരുവൈക്കം വാഴും ശിവശംഭോ. അപ്പൊ ചോദ്യം, അത് അറിയാതെയൊക്കെ പറ്റിപ്പോയാലോ? അത് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നത് നമ്മൾ തന്നെ വീക്ഷിക്കുന്നുണ്ട്. പറയുന്ന ആൾ കേൾക്കണില്ലേ? ഇപ്പൊ ഇത് പറയുന്നുണ്ടെങ്കിൽ പറയുന്ന ആളും കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ചൊല്ലുന്നതിന് ശ്രദ്ധിക്കാൻ പോയാൽ ഉറപ്പാണ് അത് നമ്മളെ താഴ്ത്തുന്നതാവരുത്. എപ്പോഴും നമ്മൾ ഉയർത്തുന്നതാവണം. നരകവാരിധി ആണെങ്കിൽ പിന്നെ ചൊല്ലിക്കോളൂ, അല്ലെങ്കിൽ ചൊല്ലരുത്. നമുക്ക് മനസ്സിലായില്ല? അപ്പൊ എപ്പോഴും നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മളെ ഉയർത്തുന്ന തരത്തിലുള്ള കീർത്തനങ്ങളെ കൊണ്ട് വേണം. ഇപ്പൊ ഗായത്രി എന്തിനുള്ളതാ? ഗായത്രി മന്ത്രജപം ഉയരാനുള്ള താഴാണല്ലോ. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യിക്കുന്നത് ഏതോ അത് ഗായത്രി എന്ന് പറയാറുണ്ട്. കേവലം അത് ചൊല്ലുന്നത് കൊണ്ട് തന്നെ അയാൾ ഉയർത്തുന്നു. അർത്ഥ നിരൂപണം ഒന്നും ചെയ്യണ്ട, വെറുതെ ചൊല്ലിയാൽ മതി. ശരിക്കും ചൊല്ലാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് നമ്മൾ ഉയരും. കസേരയെന്നല്ല, അതെ. ഗാനം ചെയ്യുന്നവനെ എത്ര അക്ഷരമുണ്ട് ഗായത്രിയില്? ഗായത്രി മന്ത്രത്തില് 24 ഉണ്ടോ? ഗായത്രി ഛന്ദസ്സിലല്ല ചോദിച്ചത്. ഗായത്രി ഛന്ദസ്സിലല്ല ചോദിച്ചത്, ഗായത്രി മന്ത്രത്തിലാണ്. ആചാര്യസ്വാമികളെ 24 ആക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, നിയം ഒക്കെ എടുത്തിട്ട്. നിതൃ ഗായത്രി, ഏകാക്ഷരവിഹീന ഗായത്രി എന്നതിന് പേരിട്ടിട്ടുണ്ട്. 23 അക്ഷരം. ഒരക്ഷരം കുറവുള്ള തരം ഗായത്രിയാണ് ഏകാക്ഷരവിഹീന ഗായത്രി, നിതൃത് ഗായത്രി എന്നൊക്കെ വിളിക്കുന്നത്.
ആ ഗായത്രിയിലാണ് ഗായത്രി മന്ത്രം പെടുന്നത്. ഗായത്രി ഛന്ദസ്സിൽ 24 അക്ഷരങ്ങളുണ്ട്, ഗായത്രി മന്ത്രത്തിൽ 23 അക്ഷരങ്ങളാണുള്ളത്. വേണമെങ്കിൽ ഇതിനെ 24 ആക്കാം എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അത് ആക്കലാണ്. എന്നാൽ അത് നമ്മൾ ഉയർത്തുന്നതാണ്. കാരണം നാം ഇരിക്കുന്ന തലത്തിൽ നിന്ന് അന്തരീക്ഷം, ദ്വിലോകം, അങ്ങനെ ആണ് ഭൂലോകം, ഭൂവർലോകം, സുവർലോകം എന്ന വ്യാഹൃതികൾക്ക് അർത്ഥം പറയുമ്പോൾ. അല്ലാതെ താനിരിക്കുന്ന തലം അതിന് താഴോട്ട് അതിന് മേലോട്ട് അങ്ങനെയല്ല. അവിടെ അധോലോകത്തെ, താഴോട്ടുള്ള ലോകത്തെ കുറിച്ച് പറയുകയില്ല. ഇരിക്കുന്നിടത്തുനിന്ന് ഉയരാനായതുകൊണ്ട് ഇരിക്കുന്ന തലം അതിന് മുകളിലുള്ളത് അതിന് മുകളിലുള്ളത് ഇങ്ങനെ വേണം വ്യാഹൃതികളുടെ അർത്ഥം മനസ്സിലാക്കാൻ. എന്നിട്ട് വേണം ഗായത്രി ജപിക്കാൻ എന്നൊക്കെ നമ്മളെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഉയരാൻ കാരണമായി തീരും. ഇല്ലെങ്കിൽ എപ്പോഴേലേക്ക് അത് താഴാനും ആവുകയും. അപ്പൊ നാമം ജപിക്കുമ്പോൾ അങ്ങനെയുള്ള നാമജപത്തെ വേണം. അങ്ങനെ നാമജപത്തെ തെരഞ്ഞെടുത്ത് ഉയരാൻ കാരണമായിരിക്കുന്ന ഇതൊക്കെ ഈശാവാസ്യവംശത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അറിഞ്ഞു ചെയ്താൽ അത് നമ്മളെ ഉയരത്തിലെത്തിക്കും. അറിയാതെ ചെയ്താൽ അത് വാസ്തവത്തിൽ ഉയരല്ല ചെയ്യുന്നത്. എന്നാൽ താഴും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇരിക്കുന്നിടത്ത് അറിവും വേണം. ഒപ്പം ആ അറിവും അതിനോട് ആ കർമ്മവും ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ഉയരുന്നത് എന്ന് ഈശാവാസ്യത്തിൽ പറയും. ഇല്ലേ? 10, 9, 10, 11 മന്ത്രങ്ങളിൽ ഈശാവാസ്യോപനിഷത്തിന് പറയാനുള്ളത് ഇതാണ്. ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രങ്ങളിൽ 9, 10, 8ഓടുകൂടി ഈശാവാസ്യോപനിഷത്ത് കഴിഞ്ഞു. ഉപനിഷത്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് ഉപാസനാതലമാണ്. അവിടെ പറയുന്നത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അറിഞ്ഞു ചെയ്യണമെന്നാണ്. കേവലം വിദ്യാരഥന്മാരായി മാത്രം കഴിഞ്ഞുകൂടിയാൽ പോരാ. പിന്നെന്ത് വേണം? ഫലകാമനയിൽ മാത്രം കുടുങ്ങിപ്പോയാലും പോരാ. ഫലകാമനയിൽ കുടുങ്ങിപ്പോകുന്നവരെ അധോഗതിയെ പ്രാപിക്കുന്നു ആര്? കൂരാക്കൂരി ഇരുട്ടിൽ പതിക്കുന്നു ആര്? കേവലം വിദ്യാരഥന്മാരായി കഴിഞ്ഞുകൂടുന്നവർ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുക. അവരെ ഒന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുക. അന്ധന്തമ പ്രവിശന്തിയെ അവിദ്യാമുപാസതേ. അവിടെ വിദ്യ എന്നുള്ളത് കൊണ്ട് പറഞ്ഞത് ദേവതാ വിഷയമായ അറിവാണ്. ഇവിടെയും നമുക്ക് ഭക്തി സാധനകളെ ആ സാധനാഘട്ടത്തിൽ അറിഞ്ഞു ചെയ്യൂ. ഇതെന്നെ ഉയർത്താനാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പോത്തുങ്ങമ്പായിട്ട് ധ്യാനിച്ചൂടെ എന്ന് ചോദ്യമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് പോത്തുങ്ങും വലുത് എന്തിനാ എന്നോട് ധ്യാനിക്കാൻ പറഞ്ഞ ചോദ്യം വരും. അപ്പൊ ഇഷ്ടദേവതാ വിഷയത്തിലൂടെ അല്ലെങ്കിൽ ഒരു ശോഭനാധ്യാസത്തിലൂടെ അങ്ങനെ ആചാര്യന്മാർ പറഞ്ഞുതരും. ഇതൊരു അധ്യാസം തന്നെയാണ്. അതിനൊരു ശോഭനാധ്യാസം എന്നൊരു മേമ്പൊടി പൂശി പറഞ്ഞു ഒട്ടിക്കുക. പറഞ്ഞു മനസ്സിലായില്ല? ഇത് ശരി സത്യമാണോ എന്ന് വെച്ചാൽ സത്യമല്ല. എന്നിട്ടോ ഈശ്വരന് രൂപം ഉണ്ടോന്ന് വെച്ചാൽ രൂപമില്ല. എന്നാൽ രൂപമില്ലാത്തതിനെ ഒരു ദിവ്യമായ ഭാവം കൊടുത്തുകൊണ്ട് അതിലേക്ക് നമ്മെ നിബന്ധിക്കുന്നു. അനേകാഗ്രങ്ങളിൽ കോർക്കപ്പെട്ട നമ്മുടെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ ഒന്നിലേക്ക് കൊണ്ടുവന്നു. ഏകാഗ്രമായി കൊണ്ടുവന്നു. എല്ലാ ഉപാസനയുടെയും തല ഇതാണെന്ന് മനസ്സിലാവും. ശ്രീകോവിൽ പോയി എന്തിനാ പോയത്? അവിടെ പഞ്ചലോഹ വിഗ്രഹം ഉണ്ടായിരുന്നു, അത് കാണാനല്ല. പിന്നെ എന്തിനാ? അവിടെ എന്തൊക്കെയാ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ അതിന്റെ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളാകുന്ന ഗുണങ്ങള് സമന്വയിക്കപ്പെട്ടത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അത് ഉൾക്കൊള്ളുമ്പോഴാണ് അവിടെ ഉപാസനയാവണം. അല്ലേ? എന്താ അഭിപ്രായം? അല്ലാതെ വിഗ്രഹം കാണാനല്ല. അല്ലാണ്ട് പഞ്ചലോഹം കാണാനാണ് പോയതെങ്കിൽ പഞ്ചലോഹം മറ്റെവിടെ നിന്ന് കണ്ടാൽ പോരെ. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളാകുന്ന ഈ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ. ഇപ്പോ ആകാശത്തിന്റെ സ്വഗുണം നമ്മൾ പഠിച്ചു. ഏതാ? ശബ്ദ തന്മാത്ര. അല്ലേ? വായുവിന്റെ സ്വഗുണം നമ്മൾ പഠിച്ചു. ഏതാ? സ്പർശ തന്മാത്ര. അതിന് അനുബന്ധ ഗുണമായിട്ട് പഠിച്ചു. ഏത്? ശബ്ദം. സ്പർശം സ്വഗുണം, അനുബന്ധം ശബ്ദം. അപ്പൊ ശബ്ദസ്പർശം. അഗ്നിയുടെ സ്വഗുണം രൂപം, അനുബന്ധമായവ 2. ഏതൊക്കെ? ശബ്ദസ്പർശം. ജലത്തിൻ്റെത് രസം, അനുബന്ധമായത് ശബ്ദസ്പർശ രൂപം, സ്വഗുണം രസം. ഭൂമിയുടേത് ഗന്ധം, അനുബന്ധമായ ഗുണങ്ങള് ശബ്ദസ്പർശ രൂപ രസങ്ങള്. അങ്ങനെ ശബ്ദസ്പർശ രൂപ രസങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആയതുകൊണ്ട് ഈ ഭൗമ പദാർത്ഥങ്ങളെ നമ്മൾ ആരാധിക്കുമ്പോൾ, രൂപവത്തോടു കൂടി ആരാധിക്കുമ്പോൾ 5 ഭൂതങ്ങളെയും നമ്മൾ ഉൾക്കൊണ്ടു എന്നർത്ഥം. 5നെയും നമ്മൾ സ്വാംശീകരിച്ചു. ഇല്ലേ? ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലേക്ക്
പല വിഷയങ്ങളിലേക്ക് ഒരുക്കപ്പെട്ട മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ ഏകാഗ്രതമമാക്കി മനസ്സാണുള്ളത് നിയന്ത്രിക്കുന്നത്. മനസ്സിനെ കൊണ്ട് അതിനെ അടക്കി മനസ്സിരുത്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു. അപ്പോ എന്തായി? ഇതിന് മുന്നറിയിപ്പ് തന്നു ആമ. മുന്നിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയാക്കി അനുകൂലതയെ പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ക്രമികമായി എത്തി കണ്ണ് തുറന്ന് കണ്ട് എന്ത് ചെയ്തു? അടച്ച സമയത്തും കാണുന്ന സ്ഥിതി വിശേഷം വന്നാൽ പ്രദക്ഷിണം വിധിച്ചിരിക്കുന്നു. ഉൾക്കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞാൽ അല്ലേ? അത് ഉപനിഷത്തിൽ പറഞ്ഞ പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് തന്നെയല്ലേ? പൂർണ്ണം ബ്രഹ്മം പൂർണ്ണാത്മാ ജഗത്തും പൂർണ്ണത്തിൽ നിന്ന് ഉദയം ചെയ്യൂ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഗ്രഹിച്ചാൽ പൂർണ്ണം തന്നെ ശേഷമായിട്ട് നിൽക്കൂ. എന്താ ശ്രീകോവിലിനകത്ത് ദേവൻ പൂർണ്ണൻ, അതിനൊരു തിരി കത്തിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? ദീപസ്തംഭത്തിൽ ഓരോ തിരി കത്തിച്ചു. അവിടെ നിന്ന് കത്തിച്ചെടുക്കാറ് ആണെങ്കിൽ അല്ലേ? അതിൽ ആ ഒരു തിരിക്ക് അതിനകത്ത് കത്തിയിരിക്കുന്ന ഒരു ദീപത്തിന് ഇത് മുഴുവൻ ചുട്ട് ചാമ്പലാക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കത്തിച്ചെടുത്ത 1000 തിരികൾക്കും ഓരോന്നിനും അതേ ശക്തി തന്നെയല്ലേ ഉള്ളത്? അംശങ്ങളാണോ അംശികളാണോ? അല്ലല്ലോ. ഇതുപോലെ തൻ്റെ ഉള്ളിലും അത് പൂർണ്ണമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ശാസ്ത്രം പറയും അല്ലേ, തിരിച്ചു നോക്കണ പോലെയാണെന്ന് പറയും. വേറൊരു കൂട്ടർ ആട്ടിൻകുട്ടിനെ കെട്ടിയിട്ടിട്ട് കുറ്റിയോട് ആട്ടിൻകുട്ടി തീറ്റ തേടിയിട്ട് അതെടുക്കുന്നത് പോലെ എന്ന് പറയും. എന്തോ പറയട്ടെ, എന്ത് പറഞ്ഞാലും ക്രമികമായി നിരന്തരമായ പ്രക്രിയ കൊണ്ട്, ഉപാസന കൊണ്ട്, ആചാര്യസ്വാമികൾ അതിനെ ഉപാസന എന്ന പേരിട്ട് വിളിക്കും. ആ ഉപാസന എന്നതിന് നിർവചനം തരും. എന്താ നിർവചനം അറിയില്ലേ? ഉപാസനം നാമ യഥാശാസ്ത്രം അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യമുപഗമ്യ തൈലധാരാവത് അല്ലേ സമാന പ്രത്യയ പ്രവാഹേണ ദീർഘകാലം ഇരിക്കുന്ന ഇരിപ്പേതോ അതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. ദീർഘകാലം അല്ലേ? എങ്ങനെ? വെള്ളം ഒഴിക്കുന്നത് പോലെയല്ല, തൈലധാര പോലെ. വെള്ളം ഒഴിക്കുമ്പോൾ കുളു 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 എന്ന് പറഞ്ഞിട്ടാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ കുറച്ച് ജപിക്കാറുണ്ട്. അപ്പോൾ ഇതാവില്ല, ഈ ഭക്തി ആവില്ല. ഞാൻ നാമം ജപിക്കാറില്ല. അന്ന് ശനിയാഴ്ചയായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്, ക്ലാസ് ഇല്ലാത്തത് കൊണ്ട്, നിങ്ങൾ വേറൊരു പണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കുറേ നേരം ജപിച്ചു. വേറെ ചിലർ പറയും എന്ത്, അത് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഇന്ന് തിരക്ക്, നേരം വൈകി എണീക്കാൻ. പിന്നെന്തായി? ബാക്കി പണിയൊന്നും മാറ്റി വയ്ക്കാൻ പറ്റുമോ? ചോറ് കൊണ്ടോണ്ടേ? കൊണ്ടോണം. ജോലിക്ക് പോകണ്ടേ? വേണം. പിന്നെ കുളിക്കണ്ടേ? വേണ്ടേ. സോപ്പ് ചിലവാക്കണ്ടേ? ഒക്കെ വേണ്ടേ. ഇതിലൊക്കെ ഏതെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റുമോ? നാവും ഉണ്ട്, നാമവും ഉണ്ട്, അത് നാളെ ആവാലോ. എന്നിട്ട് പറയും എന്ത്? ഭക്തിശാസ്ത്രം പഠിക്കും. അങ്ങനെയുള്ള കാര്യം. ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനവും കർമ്മവും എന്നൊക്കെ പറഞ്ഞ കർമ്മയോഗം എന്ന് പറയുന്നതും ഭക്തിയോഗം എന്ന് പറയുന്നതും ജ്ഞാനയോഗം എന്ന് പറയുന്നതും വേറെയല്ല. ലക്ഷ്യതലത്തിൽ എന്നറിയണമെങ്കിൽ എന്ത് വേണം? ഏതു മാർഗത്തിൽ ചരിക്കുന്ന ഒരാളായാലും അതിനോട് നീതി പുലർത്തുന്ന ആളായിരിക്കണം. അത് നിശ്ചിതവും നിയമിതവുമായിരിക്കണം. ഇന്നൊരു നേരത്ത്, നാളെ വേറൊരു നേരത്ത്. ഞാൻ എല്ലാ ദിവസവും ജപിക്കാറുണ്ട് ചിലർ പറയാറുണ്ട്. എല്ലാ ദിവസവും ജപിച്ചിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ അത് ഇന്നൊരു നേരത്താണ്, നാളെ വേറൊരു നേരത്ത്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിന്ന് വരും കേട്ടോ. വല്ലാതെ നീങ്ങാൻ പോയാൽ എന്താവും? അത് നീങ്ങി അങ്ങോട്ട് പോകും. കാരണം ഓരോ പ്രക്രിയയും സാധനാതലത്തിൽ സമയത്തെ അപേക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വിശപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറി. പിന്നെ വിശപ്പുണ്ട്, പിന്നെ ഭക്ഷണം കാണുമ്പോഴൊക്കെ വിശപ്പുണ്ടാവും. ശാരീരികമായ എല്ലാ പ്രവർത്തനങ്ങളും സമയത്തെ അപേക്ഷിക്കുന്നത് പോലെ തന്നെ സാധനാഘട്ടത്തിൽ ഈ ഭക്തി സാധനകളും ഒരു നിശ്ചിതവും ഒരു നൈരന്തര്യം ഇത് ആവശ്യമുണ്ട്. നൈരന്തര്യേണ, ഒരു ഇടതടവില്ലാതെ നിശ്ചിതവും നിയമിതവുമായ ഒരു പ്രക്രിയ അല്ലേ? എന്താ അഭിപ്രായം? അനുഭവം ഉണ്ടാവില്ലേ? ഇത് രാവിലെ 4 മണിക്ക് എണീക്കാൻ വയ്യോ എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ എന്ത് വേണം? എണീക്കാൻ ശീലിച്ചു കഴിഞ്ഞാലോ ആദ്യമൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും. പിന്നെ അത് ആ സമയത്ത് ഉറക്കം വരില്ല. കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. കഴിയും എപ്പോ?
ആ കഴിയില്ല എന്ന് പറഞ്ഞവർക്കും കഴിയും. എന്തുകൊണ്ട്? അതിലും പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. നാളെ ഒരു കുട്ടി പറഞ്ഞു അയാൾക്ക് ഗുരുവായൂർ പോകാൻ രാവിലെ ഗുരുവായൂർ പോകണമെന്നാണ്. വിളിക്കേണ്ട ആവശ്യം വന്നില്ലെന്നേ. സാധാരണ വിളിച്ചാലും എണീക്കാത്ത കുട്ടി. അപ്പൊ അയാൾക്ക് ഏത് വിഷയമാണ് ഇഷ്ടം? നാണം ജനിക്കുക എന്നുള്ളതല്ല, ഇന്ന് ഗുരുവായൂരിലേക്ക് പോവാം. ആയിക്കോട്ടെ, എന്നാലും ഭക്തി വിഷയമല്ലേ അല്ലേ? ആ പോക്കില്ലേ, ആ യാത്ര തീർത്ഥയാത്രയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാ. പക്ഷെ അങ്ങനെ ഏതൊന്നാണോ തനിക്ക് ഇഷ്ടമുള്ള വിഷയം അതിനെ കാണിച്ചു കൊടുത്ത് ഉപായത്തിലൂടെ തനിക്ക് തന്നെ വിധേയനാക്കുന്ന പ്രക്രിയ. ഇല്ലെങ്കിൽ ആചാര്യനെ പ്രാപിച്ചു എന്ത് ചെയ്തു? അമ്മയോട് പറഞ്ഞു രാവിലെ കുട്ടി ഞാൻ എണീക്കില്ല അമ്മ, അപ്പൊ എന്നെ അടിച്ചിട്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ടെങ്കിലും എന്നെ വിളിക്കാനാട്ടോ. അലാറം വെച്ചാൽ ഞാൻ അത് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് വിട്ട് വെച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നത് പോലെ. ഇതാണ് ആചാര്യൻ. അല്ലാതെ ആചാര്യൻ തന്നെ അല്ലേ കൂലിക്കാരനല്ല. ആചാര്യൻ കൂലിക്കാരനല്ല. നമ്മൾ തന്നെ അങ്ങോട്ട് അവിടെ നിയോഗിക്കുക. കാരണം എനിക്ക് നന്നാവണം, എനിക്ക് ഉയരണം, എനിക്ക് എന്നെ തലത്തിലേക്ക് ഉയരണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ പാകപ്പെടുത്തി എടുക്കണം എന്ന് പറയാം. എന്നിട്ട് ആചാര്യൻ പറയണ ഒന്നും നമ്മൾ ചെയ്യണില്ലെങ്കിലോ? അപ്പൊ പരിശ്രമം ആണ്. ഇതാണ് ഒരു കുട്ടി കുളത്തൂർ ആശ്രമത്തേക്ക് വിളിച്ചിട്ട് സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി എനിക്ക് നന്നാവാൻ ഞാൻ ആശ്രമത്തിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് നന്നാവണമെന്നുണ്ട്, പക്ഷെ അതിന് ഞാൻ ആശ്രമത്തിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഒറ്റാദ്യാണത്. സ്വാമിജി പറഞ്ഞു, ഇല്ല, ആശ്രമത്തിൽ വന്നാൽ നന്നാവില്ല, അമ്പലത്തിൽ പോയാലും നന്നാവില്ല, പരിശ്രമം കൊണ്ടേ നന്നാവൂ. പരിശ്രമത്തിന്റെ ഭാഗമായി നിനക്ക് വേണമെങ്കിൽ ആശ്രമത്തെയോ അമ്പലത്തെയൊക്കെ ഉപയോഗിക്കാം. അതെവിടെ ഉപയോഗിക്കാം? പരിശ്രമം ഇല്ലാതെ ആശ്രമത്തിൽ പോയാൽ നന്നാവോ? അങ്ങനെ വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ വെറുതെ എവിടെ പോയിട്ടും കാര്യമില്ല. അവനവന്റെ പരിശ്രമം ഉണ്ടെങ്കിൽ ബാക്കി അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ട്, ഉപയോഗിച്ചാൽ മതി. ഇല്ലേ? ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ നിയോഗിച്ച് ഉപായത്തിലൂടെ നമ്മളെ കീഴടക്കണം. അങ്ങനെയുള്ളതിൽ വരുമ്പോ സ്തോത്രങ്ങള്, സീസണൽ ഭക്തി ഒക്കെ എന്തിനായി തീരും? ഉപരി നമ്മളെ എത്തിക്കും. എന്താ അഭിപ്രായം? അല്ലാതെ തോന്നുന്നുണ്ടോ? ഉദ്ദേശശുദ്ധി വേണം അവിടെ. ഇനി ഇതുകൊണ്ടും കഴിഞ്ഞില്ലെങ്കിൽ അവിടെ യോഗാസനങ്ങൾ വന്നു. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, അഷ്ടാംഗ സമാധി എന്നുള്ള അഷ്ടാംഗ യോഗ സാധനകൾ വരെ ഇതാണ്. എനിക്ക് നന്നാവണം എന്നുണ്ട്, ലക്ഷ്യബോധമുണ്ട്, പക്ഷെ ഇന്ദ്രിയങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ നാമം ജപിച്ചാൽ ഏകാഗ്രതയില്ല, പല പ്രാവശ്യം പരിശ്രമിച്ചു നോക്കി, രക്ഷയില്ല. എന്നിട്ടും നന്നാവണം എന്നുള്ള ചിന്തയുണ്ട്, ഉദ്ദേശശുദ്ധിയുണ്ട്. ആ ഉദ്ദേശശുദ്ധി മാത്രം അയാളെ ലക്ഷ്യത്തിലെത്തിക്കും. അപ്പൊ എന്താണ്? ഒരു മാർഗം കൊണ്ട് തനിക്ക് വിധേയനായില്ലെങ്കിൽ മറ്റൊരു മാർഗം അയാൾ തേടും. അങ്ങനെ തേടുന്നതിൽ തന്നെ തന്റെ ഇന്ദ്രിയങ്ങളെ തന്നാൽ തന്നെ അടിച്ചിരുത്തുന്ന പ്രക്രിയയാണിത്. ഏത്? യോഗാസനങ്ങള്. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്നതിനല്ല, രോഗം മാറാൻ, അല്ലെ, ശാരീരികമായ ചില വ്യായാമ മുറകളൊക്കെ ആയിട്ടാണ് പലപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. രോഗം മാറ്റൽ ചികിത്സയായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ലക്ഷ്യതലത്തിൽ ഇതുകൊണ്ടും എത്തിച്ചേരുന്ന തലം, കാരണം അതിൽ പറയുന്നത് ഒരു മരത്തിന്റെ രണ്ട് ശിഖരങ്ങളെ പോലെ ഒരു ശിഖരം പിടിച്ചു കുലുക്കിയാൽ മറ്റേ ശിഖരവും ഇളകും, വൃക്ഷമോ ആസകലം ഇളകും. ഇല്ലേ? അതുപോലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംബ് അസൂയ തുടങ്ങിയ വികാരങ്ങള് ഒരാളിൽ വേലിയേറ്റം സൃഷ്ടിക്കുന്ന സമയത്ത് അയാളുടെ പ്രാണന്റെ വ്യയം കൂടുന്നുണ്ട്, സംഭരിച്ച ഊർജത്തിന്റെ വ്യയം കൂടി പോകുന്നുണ്ട്. എത്രയധികം അയാൾ എനർജി സമ്പാദിച്ചുവോ അതൊക്കെ എന്താവും? ഒരു നിമിഷം കൊണ്ട് ഒന്ന് ദേഷ്യപ്പെട്ടാൽ ആ സമ്പാദ്യം എന്തായി? ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ ദേഷ്യം അഭിനയിച്ചിട്ട് കാര്യമില്ല. ദേഷ്യം ഉള്ളെന്ന് വന്നാൽ എന്തായി? പുറമേക്ക് കാണിക്കും വേണ്ട. ഉള്ളിൽ ആരോടെങ്കിലും അരിശം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നം ചെയ്ത് സംഭരിച്ച ഊർജത്തിന്റെ അതൊക്കെ എന്തായി? ചോർന്നുപോയി. ക്രോധമൂലം നിജ ധർമ്മക്ഷയകരം, ക്രോധമല്ലോ യമനായതു നിർണയം. ക്രോധമാണ് ഏത്? നമ്മെ നശിപ്പിക്കുന്ന ശത്രു. ക്രോധം പരിത്യജിക്കണം ബുധജനം. വ്യാഴജനല്ല, ബുധജനം. വ്യാഴജനം എന്ന് പറഞ്ഞാൽ ഗുരുജനങ്ങൾ. ഗുരുജനങ്ങൾക്കുള്ളതല്ല, അത് ആർക്കാ?
വ്യാഴം ഗുരുനാഥന്റെ സ്ഥാനത്താണ്, ബുധനോ അത് അറിവാണ്. അപ്പൊ അറിവുള്ളവര് ആദ്യം വേണ്ടത് ക്രോധത്തെ പരിത്യജിക്കലാണ്. ക്രോധിക്കുന്നവനാണ് ഇത് വ്യയം സംഭവിക്കുന്നത്. അയാൾ ഒരുപാട് കാലം കൊണ്ട് നേടിയെടുത്തതൊക്കെ എന്തായി തീരും? നല്ലോണം ദേഷ്യപ്പെടുന്ന പ്രകൃതാണെങ്കിൽ അത് ഈ എന്താ പറയുക, ഈ പനേന്റെ വളർച്ച പോലെയാന്ന് പറയും. പന വളരുന്നുണ്ടല്ലോ, കാണില്ല, എന്നാലും 6 മാസം കീഴ്പോട്ടാണെങ്കിൽ 6 മാസം മേൽപോട്ടാണ്. സമാസമാണ് കേൾക്കണം. അതേപോലെ ആയിത്തീരുന്നു. ഒരു ഭാഗത്ത് ഉപനിഷത്ത് പഠിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നല്ല ജപം ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള വികാരങ്ങളൊക്കെ അതും ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ പറഞ്ഞു ആഹ്ലാദം എന്ന് പറഞ്ഞാൽ അമിതമായി ആഹ്ലാദിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കും. അല്ലെങ്കിൽ കണ്ടില്ലേ, ഇപ്പോ ഈ കോളേജിലൊക്കെ ജയിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ഷനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അതൊന്നും വേണ്ട, ഇപ്പൊ അതൊന്നും ഇപ്പൊ ദിവസവും ഇതൊക്കെ തന്നെയാണ്. ആവേശം അങ്ങോട്ട് വന്നിട്ട് അല്ലേ, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിലൊക്കെ എത്രയാ വ്യയം ചെയ്യുന്നത്, തന്റെ എനർജി നഷ്ടപ്പെടുത്തുന്നത് അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കാലിളക്കരുത്, കാലാട്ടരുത് എന്ന് പറയും. ഈ സൈക്കിളിന്റെ ഡൈനാമോ പ്രവർത്തിക്കുന്നത് പോലെ അല്ലേ. കാരണം അതിങ്ങനെ വട്ടം കറങ്ങുന്നതനുസരിച്ച് എനർജി സമ്പാദിക്കുന്നൊക്കെ അറിവുള്ളവർ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ കാലാട്ടിക്കൊണ്ടിരിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നിൽ അത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, നമുക്കറിയില്ല, അതിന്റെ പിന്നാലൊന്നും അറിയില്ല. പക്ഷേ അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നവർ ഇപ്പം എന്ത് ചെയ്യും? ഇപ്പൊ എന്ന് നോക്കിയാലും വികാരം കൊള്ളുന്ന തരത്തിലാണ് വിദ്യാർത്ഥികളുടെ. അതുകൊണ്ടാണല്ലോ നവാഗതരെ സ്വാഗതം, എന്ത് പഠിക്കൂ പോരാടൂ. സ്കൂളിന്റെ മുന്നിലെ ബാനറാ വായിച്ചത്. 3 സന്യാസിമാരെ സൃഷ്ടിച്ച ഒരു സ്കൂളിന്റെ മുന്നിലെ ബാനറാണത്. എവിടെയും ചോദിക്കരുത്. ആ സ്കൂളിന്റെ മുന്നിൽ ഇപ്പൊ കാണുന്ന ബാനർ ഇതാ, നവാഗതരെ സ്വാഗതം, പഠിക്കൂ പോരാടൂ. സ്വാമിജി പറയും പോരാടാൻ പഠിക്കും. കണ്ടപ്പോ പറഞ്ഞതാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഈ നമ്മുടെ ആ വിവേകത്തെ, ആ എന്താ പറയുക, ആ എനർജിയെ പോയിപ്പോവാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ പോയിപ്പോവാതെ സൂക്ഷിക്കുകയും കാമക്രോധങ്ങളാകുന്ന വേലിയേറ്റങ്ങളെ തടുക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ എന്താണ്, ദേഷ്യം പിടിച്ചു പോണു. ദേഷ്യത്തെ പിടിക്കാം, ദേഷ്യം പിടിക്കരുത്. കാമത്തെ പിടിക്കാം, കാമം പിടിക്കരുത്. കാമൻ പിടിക്കരുത് അല്ലേ. എന്താ അഭിപ്രായം? ദേഷ്യത്തെ പിടിക്കുക. അപ്പോ ടീച്ചർ ക്ലാസ് പോയിട്ട് പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, ഞാൻ ചിലപ്പോൾ ദേഷ്യമൊക്കെ അഭിനയിച്ചു എന്ന് വരും. പിന്നെ ടീച്ചർ വില കൊടുക്കുക. പറഞ്ഞു മനസ്സിലായില്ല? അതൊന്നും വേണ്ട. പിന്നെ എന്ത് വേണം? അത് നമ്മളെ ഉള്ളിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ രജോ ഗുണം കൊണ്ട് ദേഷ്യം പിടിച്ച എന്തുണ്ടാവും? ചെവിയൊക്കെ കയ്യിൽ പോകുന്നു വരും. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ടീച്ചർ പഠിപ്പിക്കുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചു വിചാരിക്കുക, ദേഷ്യത്തെ ആൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വിചാരിക്കുക, എന്തുണ്ടാവും? അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ ദേഷ്യം പിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ബോധം എപ്പോഴും ഉണ്ടാവണം. അത് വിവേകത്തിൽ നിന്നുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ക്രോധത്തെ പിടിക്കാം. ലോകത്ത് ജീവിക്കുമ്പോൾ അതൊക്കെ വേണ്ടി വരും. അപ്പൊ ഇതെപ്പോഴും വിവേകം കൊണ്ട് ബോധപൂർവം ചെയ്യേണ്ട പ്രക്രിയയാണ്. ഈ ബോധം വേണം. ഈ ബോധത്തോട് തനിക്ക് എപ്പോഴും എന്തായിരിക്കണം? തനിക്ക് നിയന്ത്രിത, എവിടെ പോയാലും തനിക്ക് വിധേയനായിരിക്കണം. അയാൾക്ക് എവിടെ പോയാലും ഒരു പേടിയും പേടിക്കാല്ല. അവിടെ പോയി കഴിഞ്ഞ് എനിക്ക് ദേഷ്യം പിടിച്ചാലോ, അയാൾ പോവാതിരിക്കുക നല്ലത്. ആദ്യകാലങ്ങളിൽ സാധകൻ അങ്ങനെയൊന്നും പോകരുത്. അല്ലെങ്കിൽ കാമ സാഹചര്യങ്ങൾ, കാമികമായ ആഗ്രഹങ്ങളുടേതായ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അയാൾ ഒഴിഞ്ഞു മാറണം. ചെടി 6 മാസം ആട് കടിച്ചു കഴിഞ്ഞാൽ 6 മാസം മുരടിക്കുമെന്ന പോലെ ഒരു വേലിക്കെട്ടൊക്കെ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ വേലി താനെ പൊളിച്ചോളും, അല്ലെങ്കിൽ പൊളിച്ച് കളയണം. പിന്നെ അത് ആടെന്നോ ആനയെന്നോ ഭേദമില്ലാതെ അതിന് രണ്ടിനും തണലേകും. ഇതുപോലെ സിദ്ധന്റെ തലത്തിൽ സർവത്തിനെയും ഒരുപോലെ കാണാന്ന് പറഞ്ഞാൽ അല്ലേ, തന്നെ ഒന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞാൽ അത് വെറും പ്രസംഗം മാത്രമായിരിക്കും. സാധകന്റെ തലത്തിൽ ഇയാള് നേരത്തെ ചെയ്യുന്ന ആ സാധനകളുടെ ഒപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടത് ഏതിനാണ്? അനുകൂലതയെ പ്രാപിക്കലാണ്. അങ്ങനെ അനുകൂലതയെ പ്രാപിച്ച്
അയാള് നിരന്തരമായി ഇത് പുല്ലും വൈക്കോലും കാണിച്ചു കൊടുക്കണ പോലെ, പിണ്ണാക്കുവെള്ളം കാണിച്ചു കൊടുക്കണ പോലെ ആകർഷിച്ച് നിരന്തരം വീട്ടിലെ അംഗങ്ങളൊക്കെ കൂടിച്ചേർന്ന് കുറച്ചു നേരമൊക്കെ നാമൊക്കെ ജപിച്ച്, അപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് നാമൊക്കെ ജപിച്ച് താളമേള ലയത്തോടു കൂടിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ക്രമേണ ഒരു നാമം ജപിക്കാം അല്ലേ? അല്ല, എന്താ സഹസ്രനാമങ്ങളൊക്കെ ജപിച്ച് 1000 നാമങ്ങൾ. 1000 എന്നല്ല, അനേകം എന്നാണ് അതിന്റെ ശരിയായ ഉത്തരം. അവിടെ 1000 നാമങ്ങളെന്ന് മാത്രം എടുക്കണ്ട. അപ്പോഴാണ് അയാൾ ആ 1000 നാമം ചൊല്ലാൻ തുടങ്ങി. ഏത്? ലളിതാ സഹസ്രനാമം ചൊല്ലാം. എത്ര സമയം വേണം? പലർക്കും പല അഭിപ്രായമായിരിക്കും. 15 മിനിറ്റ് കൊണ്ട് ചൊല്ലണവരുണ്ടാവും, 10 മിനിറ്റ് കൊണ്ട് ചൊല്ലണവരുണ്ടാവും അല്ലേ? സാക്ഷാൽ ദേവിക്ക് പോലും മനസ്സിലാവാത്ത വിധത്തിൽ. തനിക്കല്ല, എന്താ അങ്ങനെ ഉണ്ടാവില്ലേ? ലളിത സഹസ്രനാമം ജപിക്കാൻ എത്ര സമയം വേണമെന്ന് വെച്ചാൽ പലർക്കും പല സമയമായിരിക്കാം. എന്നാലും 15 മിനിറ്റ് കൊണ്ട് അത് ജപിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയുള്ളതാ? തനിക്കുള്ളതല്ല, പിന്നെ ആർക്കാ? ദേവിക്കുള്ളതായിരിക്കും. ദേവിക്ക് മനസ്സിലാവുമോ? ദേവിക്ക് മനസ്സിലാവില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ചേക്കൂ. വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണെങ്കിൽ എത്ര വേണം? ഒരു ദൃഷ്ടി പറഞ്ഞാൽ 20 മിനിറ്റ് എങ്കിലും വേണ്ടേ വിഷ്ണു സഹസ്രനാമത്തിന്? എല്ലാവർക്കും പറയാൻ വയ്യാട്ടോ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്ന് തുടങ്ങുന്ന അല്ലേ? അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത അങ്ങനെ ചൊല്ലി പോകുമ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ വേണ്ടേ? എന്താ? അത് ഒരു ദൃഷ്ടിയാണ് പറഞ്ഞത്, അത് പോരാന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും കുറയ്ക്കാൻ പറ്റുമോ? പ്രയാസാവും അല്ലേ? ദേവിക്ക് പോലും മനസ്സിലായിക്കോളുന്നില്ല. അപ്പോൾ അതിനനുസൃതമായിട്ട് തനിക്ക് ഉയരാനുള്ളതാണ് എന്നുള്ള നിലയ്ക്ക് ഇത് ചൊല്ലുമ്പോൾ അവനവനും വേണം, ഉള്ളിലേക്കൊരു ശ്രദ്ധ വേണേ, അതിലേക്ക് ശ്രദ്ധ വേണം. അതുകൊണ്ടാ എത്ര അറിയുന്നുണ്ടെങ്കിൽ പുസ്തകം നോക്കി ചൊല്ലണം എന്നൊക്കെ പറയാറുണ്ട്. അത് കാണാതെ അറിയാനിട്ടല്ല. ഇനി എന്തുകൊണ്ടാ? അല്ലാതെയും ചൊല്ലാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിരുന്ന് ഇതൊരു അധര വ്യായാമമായി പോകരുത് എന്നുള്ള നല്ല ഉദ്ദേശം വേണ്ട. ഇതിങ്ങനെ അധര വ്യായാമമായിട്ട് ഇതിങ്ങനെ നടക്കുന്നുണ്ടാവും, വേറെ പണിയൊക്കെ നടക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിലും മറ്റു പണികളൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നറിയാതെ അങ്ങനെ ചെയ്തു പോകാൻ യന്ത്രങ്ങളൊക്കെ ചെയ്യേണ്ടതല്ല. ഇതിൻ്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യാനും അങ്ങനെയൊക്കെ വേണം. അല്ലെങ്കിൽ അർച്ചന ചെയ്യുന്നു എന്നൊക്കെ പറയും അല്ലേ? ഒക്കെ നല്ലതല്ലേ? ഒക്കെ നല്ലതാണ്. ക്രമേണ എവിടെ എത്തുന്നു? ഒരു ഏകമായ ഒരു നാമത്തിന്റെ ആവർത്തനത്തിലേക്ക് അയാൾ വരുന്നു. ഒരുപാട് നാമങ്ങളുടെ ആവർത്തനമുണ്ട്. അപ്പൊ ആവർത്തന വിരസത എന്നുള്ള ദോഷം, രോഗം അയാളെ അലട്ടുന്നില്ല സാധകനെ. ഒരു നാമത്തെ ആദ്യം തന്നെ ജപിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നല്ല സുഖമായ ഉറക്കായിരിക്കും. സാധകൻ പെട്ടെന്ന് തന്നെ സിദ്ധനായി തീരും. സിദ്ധോഭവതി, ഉറക്കമാവുന്നത്. അതാവാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. അത് മൂഢന്റെ ഉറക്കം, മൂഢന്റെ ധ്യാനം ഉറക്കത്തിലെത്തുന്നു. അതെ, ധ്യാനം കൊടുക്കുക എന്ന് പറയും. അപ്പൊ ആദ്യം തന്നെ പോയിട്ട് ഏകാഗ്രമായിട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചോളൂ, അല്ലെങ്കിൽ ഷോഡശാക്ഷരി ജപിച്ചോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ സംഗതി കുഴപ്പമായിരിക്കും. അധികാര യോഗ്യത അനുസരിച്ചുണ്ട് കേട്ടോ. ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിലോ ഒക്കെ ചെയ്തു പോയ സാധനാഘട്ടങ്ങളിൽ വിവേകത്തെ ആശ്രയിച്ചു വേണം അതൊക്കെ കണക്കുകൂട്ടാൻ. അല്ലാതെ ഒരാൾ ആദ്യം കൊടുക്കേണ്ടത് ഇതാണെന്നൊന്നും നമുക്കൊരു മാനദണ്ഡവും ഇല്ല. ഒരാൾ ആദ്യമായിട്ട് വരിക, വന്ന ആൾക്ക് ഒരാടുത്ത് നിന്ന് ഞാൻ ഏത് ജപിക്കണം എന്ന് ചോദിച്ചാൽ ആചാര്യൻ പറയുക ആദ്യം കീർത്തനങ്ങൾ എല്ലാം പോകണം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ പാട്ട് പാടാൻ പോകണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അയാളുടെ തലം, അയാൾ ഇരിക്കുന്ന തലം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് തനിക്ക് അറിയുമെങ്കിൽ തനിക്ക് സ്വീകരിക്കാം, തനിക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആചാര്യന്റെ സഹായം സ്വീകരിച്ച് അവര് പറഞ്ഞു തരും നിനക്ക് നല്ലത് ഇതാണ്. അയാളെ വിശ്വാസം വേണ്ടേ? വിശ്വാസമതം അല്ലെങ്കിലും ആദ്യം വിശ്വാസം വേണ്ടേ? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഇവിടെയും പോകുന്നില്ല എന്ന് മനസ്സിലായാൽ ഒരു നാമത്തിന്റെ സഹായത്തോടു കൂടി ഓം നമഃ ശിവായ എന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഓം നമഃ ശിവായ ജപിച്ചു. അപ്പോഴും പോവും. അപ്പോഴാ പണി. എവിടെ മനസ്സ് പോകുന്നുവോ അവിടെ നിന്ന് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു ബിന്ദുവിൽ നിബന്ധിക്കുക എന്നുള്ളൊരു പ്രക്രിയ നടക്കുന്നുണ്ട് അവിടെ.
അവിടെയാണ് നാരദീയ ഭക്തിസൂത്രത്തിൽ വ്യക്തമായി ഇനി ആചാര്യൻ ഉപദേശിക്കുന്നുണ്ട്. തദർപ്പിതഖിലാചാരത തദ് വിസ്മരണേ പരമവ്യാകുലതാച ഇതി. എപ്പോഴെപ്പോഴാണോ ഞാൻ അതിനുവേണ്ടി തന്നെ ഇരുന്നത്, എന്ന് നാമം ജപിക്കാൻ വേണ്ടി നിശ്ചിതമായ സമയത്ത് ഇരുന്നിട്ടുണ്ട്, വേണ്ട വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ചെയ്യാതെ അല്ല വന്നത്. ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ മനസ്സ് അവിടെ ഇവിടെയും പോവുകയാണല്ലോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന നാരായണ 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 ജനിച്ചു. അപ്പോഴാ എന്തൊക്കെയാ വർത്താനം, നാരായണോടല്ല ചോദിച്ചത്, വേറെ ആള് വന്നിട്ടുണ്ടാവും, അറിയാതെ നാരായണനെ വിസ്മരിച്ചു, മറ്റേ നാരായണൻ കയറിക്കൂടി. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇത് കുറ്റമൊന്നുമല്ല. പക്ഷെ അപ്പോഴേക്ക് തോന്നി, എന്ത് ഭഗവാനെ ഞാൻ എന്തിനായിരുന്നത്, വ്യാകുലത വന്നു. ഉടനെ തിരിച്ചു കൊണ്ടുവന്നു, നാരായണ നാരായണ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു, അപ്പോഴും പോയി വരും. ഇതൊരു പണിയാവരുതേ, എന്നാ അങ്ങനെ പോയിക്കോട്ടെ എന്നല്ല. അപ്പൊ വ്യാകുലതാഭാവം ഉള്ളവൻ വീണ്ടും വീണ്ടും പരിശ്രമം കൊണ്ട് എന്ത് ചെയ്യും, ഈ അഭ്യാസം തുടരും. നാളെ ഇരിക്കും, അപ്പൊ തന്നെ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റുന്നില്ല, വരരുതി പോകണ്ട. പിന്നെന്താ, എന്നെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് പറ്റും? ഇന്ന് പൊതുവെ ഇതല്ല കേൾക്കുക, എന്താ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും. അർജുനൻ വരെ ചോദിച്ചു ഭഗവാനോട്, പറ്റില്ല എന്നല്ല ഭഗവാൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും കഴിയുമടോ എന്നാ പറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ? ഭഗവാൻ സമ്മതിച്ചു കൊടുത്തു. വായുവിനെ പിടിച്ച് മെരുക്കുന്നത് പോലെ പ്രയാസമാണ്, വായോർ ഇവ സുദുഷ്കരം. പക്ഷെ കഴിയില്ലെന്ന് നീ പറയരുത്, അത് ഭീരുവിൻ്റെതാണ്. ധീരന്മാര് കഴിയില്ലെന്ന് പറഞ്ഞ് ഒന്നിനെയും മാറ്റി വെച്ചിട്ടില്ല. ആർക്കും കഴിയില്ല എന്ന് എന്നെ കൊണ്ട് കഴിയും, കഴിയാത്തത് പരിശ്രമിക്കാനാണ് ഞാൻ വന്നത്. അതാണ് ധീരൻ. ധീരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെട്ടോടുന്നവനല്ല, ഭീരുവല്ല, അവൻ ബുദ്ധിയെ പ്രയോഗിച്ചവനാണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പഠിക്കുന്ന ധീരനല്ല സംസ്കൃതത്തിലെ ധീരൻ. ആരാണ്? ബുദ്ധിപൂർവം ബുദ്ധിയെ കൊണ്ട് നിയന്ത്രിക്കാൻ, മനസ്സിനെ നിയന്ത്രിച്ച് വശത്തിൽ വെച്ചിരിക്കുന്ന ആൾ. നിയന്ത്രണം താൻ തന്നെ ഏറ്റെടുത്തിരിക്കുക, ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്ന ഒരാൾ. സാഹസികനല്ല, അവിവേകിയല്ല. പിന്നെ ആരാണ്? ബോധപൂർവം എന്നെ കൊണ്ട് ഞാൻ പരിശ്രമിക്കും. വീഴുന്ന കുട്ടിക്ക്, വീഴുമെന്ന് വിചാരിക്കുന്ന കുട്ടിക്ക് നടത്തം പഠിക്കാൻ പറ്റില്ല. വീഴില്ലെന്ന് വിചാരിച്ച് നടക്കുന്നു. അഥവാ വീണ് പോയാലോ ഉരുണ്ട് കിടന്ന് കരയണമില്ല. പിന്നെന്ത് ചെയ്യുന്നു? അവിടെ എണീക്കുന്നു. വീണ്ടും വീഴില്ലെന്ന് വിചാരിച്ച് നടക്കണം. വീണ്ടും വീഴും വിചാരിച്ചാൽ പിന്നെയും പ്രശ്നമായി. ഒരിക്കലും അയാൾ നടത്തം പഠിക്കില്ല. പിന്നെന്ത് വേണം? വീണ്ടും വിചാരിക്കുന്നു, ഇനി ഞാൻ വീഴില്ല, വീണ്ടും വീണേക്കാം, ഇതൊരു പണിയാവരുത്, ഇതൊരു തൊഴിലാവരുത്. അങ്ങനെ ഇന്ന് അങ്ങനെ ചെയ്തു, നാളെ വീണ്ടും ചെയ്തു. ഇങ്ങനെയുള്ള നിരന്തരമായ പ്രക്രിയ കൊണ്ട്, അഭ്യാസം കൊണ്ട് ഉറപ്പാണ് ഏത്, ആ സമയത്ത് ജനിക്കാതിരിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ജപിക്കാൻ തോന്നും, ജപിച്ചേ പറ്റൂ. ഇനി വേറൊന്നുണ്ട്, ക്രമേണ അവിടെ ഒതുങ്ങരുത്. ചിലർ ഇവിടെയും കുടുങ്ങിപ്പോകും. ഇതൊക്കെ കുടുങ്ങാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട് ഇവിടെ, അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് പോലെ, പല്ല് തേക്കുന്നത് പോലെ, കക്കൂസ് പോണ പോലെ ഞാൻ നാമം ജപിക്കലുണ്ട്. ഇങ്ങനെ ആവേണ്ടതും അല്ല നാമജപം. നാമജപം നിരന്തരമായി നമ്മളെ ഉയർത്തണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? ഇതൊരു ശീലമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. ആദ്യത പറയേണ്ടത് ക്രമികമായി അതിനുപരിതലത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെന്താണ്? ഞാനും അവിടുന്നും വേറെ അല്ലല്ലോ, എന്നെ തന്നെയാണ് ഞാൻ എല്ലാറ്റിലും കാണുന്നത്, ആ എല്ലാറ്റിലും ഉള്ളത് തന്നെയാണ് എന്നിലും ഉള്ളത്. പോരാ, അവസാനം എന്തായിത്തീർന്നു? ഞാൻ തന്നെയാണെല്ലാം. അപ്പൊ എവിടെ എത്തി? ഇവിടെ എത്തി. അയാള് എന്ത് ചെയ്യുന്നില്ല? യാതൊന്നും ലഭിച്ചിട്ട് പിന്നെന്താ? യാൽ പ്രാപ്യ നക്കിഞ്ചി വാഞ്ചതി. പിന്നെ അയാൾക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെയോ ശോചതി, അയാൾ ദുഃഖിക്കുന്നില്ല. പിന്നെയോ ദേഷ്ടി, ആരെയും അയാൾ ദേഷിക്കുന്നില്ല, ആരോടും അയാൾക്ക് ദേഷ്യമില്ല. ഇങ്ങോട്ട് ദേഷ്യം ഉണ്ടെങ്കിലും നീ അവിടെ വെച്ചോ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യം. പറഞ്ഞു മനസ്സിലായില്ല? സിദ്ധന്, ഇങ്ങനെയുള്ള സിദ്ധന്മാർക്ക് ആർക്ക്? താൻ തന്നെയാണ് എല്ലാം എന്നറിഞ്ഞിരിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് ഉയർന്ന ഭക്തൻ, പരമമായ തലത്തെ പ്രാപിച്ചിരിക്കുന്ന ആ ഭക്തൻ. ആ ഭക്തനും ജ്ഞാനിയും വേറെയല്ല, ആ സിദ്ധൻ വേറെയല്ല. ഈ സിദ്ധന്റെ സിദ്ധി സാധകന് സാധനയായിരുന്നു. സിദ്ധന്റെ സിദ്ധി സാധകന് സാധനയായിരുന്നു, പരിശ്രമിച്ച് നേടാനുള്ളതായിരുന്നു. പരിശ്രമിച്ച് നേടിയതിനു ശേഷം പിന്നെ അയാൾക്കോ അത് സ്വഭാവമായി മാറിക്കഴിഞ്ഞു.
സ്വന്തം ഭാവമായി മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ അയാളോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് മസിൽ പവർ കൊണ്ട് ബലപൂർവകം അയാള് ദേഷ്യത്തെ അടക്കിയവനല്ല. അയാൾക്ക് ദേഷ്യം വരുന്നില്ല. പറഞ്ഞല്ലേ, നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാളോട് അയാൾ എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടാവും? ഇത് പറഞ്ഞ് മനസ്സിലായത് രസമുണ്ടായിരുന്നു. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു സംവാദം നടന്നു കോഴിക്കോട് വെച്ച്. പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത AC ഹാളാണ്. ഇതിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം വാലോ കിടക്കും. അത് സംവാദം നടക്കും. അത് സ്വാമിജിയുണ്ട്, വേറെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളുണ്ട്, കൂടിയിട്ടാണ് സംവാദം കഴിഞ്ഞിട്ട് ഈ ഒരാൾക്ക് സ്വാമിജി ഇങ്ങനെ പറയുകയാണ്, സ്വാമിജി അതങ്ങനെ പറയുന്നുണ്ട് ഒക്കെ പറഞ്ഞ് അവസാനം സ്നേഹപൂർവ്വം അയാളോട് തിരിയാണ് പുസ്തകം കെട്ടൊക്കെ കൊടുത്തത്. മറ്റയാളത് വാങ്ങാനേ കൂട്ടാക്കി. ഇയാളിങ്ങനെ എന്തോ രാഗക്കൂടി ഒരു ഞെരിവരിയുള്ള പ്രകൃതം ഒന്നും ഓർമ്മ ഉണ്ട്. നമ്മൾ പോയിരുന്നു. അത് ആര് വ്യക്തിപരമായിട്ടല്ല നമ്മൾ പറയണത്. കാരണം വെച്ചാല് അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറയേണ്ടത് പറയുന്നു. കാറ്റും ഗോളും വന്നാലും ശരി ആ ഒരു അതേ തലത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ആശയപരമായി എതിർപ്പുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായി അതൊരല്പം പോലും തീണ്ടിയിട്ടില്ല എന്ന് നമുക്കത് കാണാൻ പറ്റും. ഒരാൾക്ക് അതേ സമയത്ത് ആ പറഞ്ഞ ആശയങ്ങൾ അയാളെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാങ്ങാൻ തന്നെ ഇയാൾക്ക് കൂട്ടാക്കണമെന്നില്ല. ഇത് രണ്ട് ശരിക്കും ദൃശ്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവിടെ അയാളെ കുറ്റം പറയല്ല ചെയ്യുന്നത്. ഇത് ഒരിക്കലും നമുക്ക് നമ്മെ തന്നെ പരീക്ഷിക്കാൻ പറ്റും. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പുറമേക്ക് പഠിച്ചു വെച്ചു, ബലപൂർവ്വം വെച്ചു, എനിക്ക് ദേഷ്യമൊന്നും വരില്ല കേട്ടോ. പണ്ടൊരാളോട് ചോദിച്ച ചോദ്യം കേട്ടില്ലേ? തന്നെ അല്ലേ, എങ്ങനെ ദേഷ്യം പിടിക്കില്ല അല്ലേ? ഇല്ല, ദേഷ്യം പിടിക്കില്ലേ? ഇതുപോലെ. അപ്പൊ ദേഷ്യം എന്നുള്ളത് അതിനുള്ള സാഹചര്യം വരാത്തതുകൊണ്ട് നമ്മളൊക്കെ കേമന്മാരായിട്ടിരിക്കും. ഇപ്പൊ ഇവിടെ ദേഷ്യപ്പെടാൻ ആരോടാ ദേഷ്യപ്പെടാനുള്ളത്? പക്ഷെ അത് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴും സിദ്ധനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അയാൾക്ക് ഏത് കാറ്റും കോളും വന്നാലും അയാൾക്ക് ഒരു പ്രശ്നമില്ല. അയാൾ ഏതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാലും അയാൾക്ക് ഒരു പ്രശ്നമില്ല. അയാൾക്ക് ഭയമില്ല. അയാൾ എന്തിനു ഭയക്കണം? ആരെ ഭയക്കണം? എന്തിനു ഭയക്കണം? രണ്ടാമതൊന്നുമില്ലല്ലോ. ആരോടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്? കണ്ണാടിയിൽ നോക്കി പക്ഷി കൊത്തുന്നത് പോലെയോ? കണ്ണാടിയിൽ നോക്കി പക്ഷി കൊത്തുക. പക്ഷിനോട് ചോദിച്ചാൽ പക്ഷി പറയുന്നത് ഇങ്ങോട്ട് കൊത്തുമ്പോ പിന്നെ ഞാൻ നോക്കിയിരിക്കണോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുമായിരുന്നെങ്കിലേ ചോദിക്കില്ലേ? അതുപോലെ ഞാൻ ആരോടാണ് ദേഷ്യപ്പെടുന്നത്, ആരോടാണ് ഞാൻ ദേഷ്യപ്പെടേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സിദ്ധന്റെ തലത്തിൽ അതിന്റെ അർത്ഥം തീർത്തും ഒരു മുഖത്തടി കിട്ടിയ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് ധരിക്കരുത്. കുഴപ്പമോ ഒന്നുകിൽ കുറുപ്പിന്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ കുറുപ്പിന്റെ കളരിക്ക് പുറത്ത് തന്ന പോലെ. ഇങ്ങനെയാണെന്ന് ഹിന്ദുവിന്റെ സ്ഥിതി. ചെയ്യേണ്ടതൊന്നും ചെയ്യില്ല, പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞത് അങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട പറഞ്ഞ മനസ്സിലായില്ല? എന്താ പറഞ്ഞത്? ദേഷ്യം വരരുത്, ദേഷ്യം പിടിക്കരുത്, ഒരു വികാരം ഉണ്ടാവരുത്. അല്ല, ദേഷ്യത്തെ പിടിക്കണം. ദേഷ്യം പിടിച്ചാൽ എന്തുണ്ടാവും? പിന്നെ പറയാൻ നമ്മളുണ്ടാവില്ല. 1-2 പ്രാവശ്യം ആവുമ്പോഴേക്ക് ആ ദേഷ്യം തന്നെ നമ്മളെ നശിപ്പിക്കും. എന്താ? അതുകൊണ്ട് എപ്പോഴും ആ സമനില പാലിക്കാൻ വേണ്ടി തയ്യാറാവണം. അതാരാണ്? വിവേകിയുടെ ലക്ഷണം. അങ്ങനെ സിദ്ധൻ എന്ത് ചെയ്യുന്നു? അമിതമായി ആഹ്ലാദിക്കുന്നില്ല, അമിതമായി ദുഃഖിക്കുന്നില്ല. ഇതൊക്കെ അഭിനയിക്കുക. നല്ലോണം അഭിനയിക്കാൻ കഴിയണം. ഏത് ജനമധ്യത്തിൽ പോയിട്ടാലും അയാൾ അതിൻ്റെ അനുസരിച്ച് അയാൾ കളിക്കും. എന്നാൽ അയാളുടെ ഭാവം ഇതൊന്നും അല്ല. അയാൾ ഏതിലാണുള്ളത്? ഏതിലാണ് അയാൾ രമിക്കുന്നത്? തന്നിൽ, തന്നാൽ, തന്നെ കൊണ്ട് ആനന്ദചിത്തനായിട്ടിരിക്കുന്നു. മറ്റൊന്നും കിട്ടുന്നത് എന്താണ്? അനുഭവ തലത്തിൽ അനുഭവങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് ഏത്? ഉത്സാഹത്തെ നൽകുന്നതല്ല, തൃപ്തിയെ നൽകുന്നതല്ല എന്നുള്ള ലോക കാര്യങ്ങളെ. ഒരാൾ വിഷയത്തെ അപേക്ഷിച്ചു, ഏതെങ്കിലും ഒരു നാവ് ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തൃപ്തിയായി എന്ന്? ഏതെങ്കിലും ഒരു വിഷയത്തെ, നാവ് രുചി ആയിക്കോട്ടെ, സ്പർശനം ആയിക്കോട്ടെ, എന്തോ ആവട്ടെ, കണ്ണിന് കാണുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന്
ഇല്ല. അതിനെ വിലയിരുത്തുകയും ഈ ഭക്തിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ പരസ്പര പൂരകങ്ങളായി നമ്മൾ മുന്നേറുമ്പോൾ മനസ്സിലാവും ഏത് തന്നിൽ തന്നാൽ തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും വേറൊരാളും തന്നെ തള്ളിവിടാൻ വരില്ല. ഇതിലേക്ക് ക്രമികമായി നമ്മെ ഉയർത്തുന്നതാണ് ഏത് എല്ലാ ഭക്തി എന്ന പേരിൽ പേരിട്ട് വിളിക്കുന്ന സാധനങ്ങളെല്ലാം എങ്കിലും ഈ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. എങ്കിൽ അയാൾ ആരായിരിക്കുന്നു? യാതൊന്നിനെ പ്രാപിച്ചാൽ അയാള് പിന്നെ ഒന്നും ആഗ്രഹിക്കില്ല. ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെയോ അയാൾ ഒന്നിനാലും ദുഃഖിക്കുന്നില്ല. ദുഃഖം അവിടെ വന്നു നിന്നാൽ